ഞാനിന്നൊരു എനർജി ബാർ ഉണ്ടാക്കിയേ. അത് എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഭക്ഷണം എല്ലാം കഴിക്കില്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടല്ലോ, കുട്ടികൾ മാത്രമല്ല മുതിർന്നവർക്കും ആർക്ക് വേണമെങ്കിലും കഴിക്കാവുന്ന ഒരു ബാറാണ്. നമുക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് തോന്നുമ്പം അതിൻ്റെ ഒരു പീസ് എടുത്ത് കഴിച്ചാൽ മതി. നല്ല ഗുണങ്ങളുടെ കലവറയാണ്. പ്രത്യേകിച്ചും പല കറികളും കൂട്ടില്ലാത്ത കുട്ടികളാണ് ഇപ്പോൾ അമ്മമാർക്കെല്ലാം, ഞാൻ ഉൾപ്പെടെയുള്ള അമ്മമാർക്കെല്ലാം ഒരു പ്രശ്നമാണ് ഒന്നും കഴിക്കില്ല എന്ന് പറയുന്നത്. കുട്ടികളെക്ക് കൊടുക്കാനും മുതിർന്നവർക്ക് കഴിക്കാനും എല്ലാം പറ്റുന്ന ഒരു വളരെ ഇതിൻ്റെ ഗുണഗണങ്ങൾ പറഞ്ഞാൽ തീരാത്തത്രയുമുണ്ട്. ഇതിനകത്ത് ആദ്യം എടുത്തിരിക്കുന്നത് ബദാമും വാൾനട്ടുമാണ്. വാൾനട്ടുണ്ട്, പീനട്ടുണ്ട്, ബദാമുണ്ട്. ഇത് അത്യാവശ്യം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക, ഒത്തിരി സമയം എടുക്കണ്ട. അതുപോലെ പിന്നെ ഇത് നട്ട്സുണ്ട്, എല്ലാം ഉണ്ട്, പിസ്തയുണ്ട്, എല്ലാം കുറേശ്ശെ ഒത്തിരി അങ്ങോട്ട് ഇട്ടിട്ടില്ല. ഞാനിത് മിക്സായിട്ട് കിട്ടുമല്ലോ. ഇത് പംകിൻ സീഡ്സ്, മറ്റേ സൺഫ്ലവർ സീഡ്സ്, ഇതെല്ലാം ഇതെല്ലാം 50 ഗ്രാം വീതമാണ് ഞാനിട്ട്. ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു പാനിലിട്ട് നല്ലതായിട്ട് വറുത്തെടുക്കണം. കുറച്ചേറെ നേരം വറുക്കണേ. അതുകൊണ്ട് കരിയരുത്, നമ്മൾ കൈയെടുക്കാതെ വറുക്കണം. എന്നിട്ടുണ്ടല്ലോ ഇതിലേക്ക് കുറച്ച് ഓട്സ് ഇടണം. ഞാനിതെല്ലാം വീഡിയോ കൃത്യമായിട്ട് പിടിക്കാൻ എനിക്ക് സാധിച്ചില്ല. ഇടയ്ക്ക് വീഡിയോ പിടിക്കുന്ന കാര്യം മറന്നുപോവേ, അതുകൊണ്ടാണ്. ഇതിലേക്ക് ഇനി ഓട്സ് ഇടും. ഓട്സ് കഴിഞ്ഞിട്ട് എള്ളിടും. അപ്പം ആദ്യം എടുത്തു വെച്ച ആ സാധനങ്ങളുണ്ടല്ലോ, ആ ബദാമും നട്ട്സും എല്ലാം, അത് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കും. പൊടിച്ചല്ല, ഇതിപ്പോൾ ഓട്സ് ഇട്ടിട്ടുണ്ട് ഇതിനകത്ത്. ക്രഷ് ചെയ്ത് എടുക്കും. പൊടിയരുത്, ചെറുതായിട്ട് ക്രഷ് ചെയ്താൽ മതി. മുഴുവനായിട്ട് പൊടിങ്ങില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് പിന്നെ ശർക്കരപ്പാനി. പറയുന്ന രീതി കറക്റ്റ് അല്ല എന്ന് എനിക്കറിയാം. ഞാൻ വലിയൊരു കുക്കറി വീഡിയോയുടെ എക്സ്പേർട്ടൊന്നുമല്ല. ശർക്കരപ്പാനിയിട്ട് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം കൂടെ ഒന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാം പൊടിച്ചില്ല, കുറച്ച് സാധനങ്ങൾ പൊടിച്ചു. എന്നൊക്കെ നിങ്ങളുടെ യുക്തിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിത് എൻ്റെ സ്വന്തം യുക്തിക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ്. പൊടിച്ചിട്ട് ഇതിലേക്ക് നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ചു, കുറച്ച് തേൻ ഒഴിച്ചു. ഇതെല്ലാം കൂടെ കൂട്ടി നല്ല പോലെ അത് ഇളക്കി മിക്സാക്കി ഇത് ബട്ടർ പേപ്പറിൽ വീണ്ടും ഒരു ബട്ടർ വെച്ചിട്ട്, ഇതിനകത്ത് ഞാൻ പറയാത്ത കുറേ സാധനങ്ങളുണ്ട്. എള്ളുണ്ട്, മറ്റേ നമ്മുടെ കിസ്മിസ് ഉണ്ട്, ശർക്കരപ്പാനിയുണ്ട്. എള്ളിൻ്റെയൊക്കെ ഗുണഗണങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ ഇച്ചിരി എള്ളൊക്കെ കൂടുതൽ ചേർത്തിട്ടുണ്ട്. കുറച്ച് കൂടുതലായിരുന്നോട്ടെ എന്നോർത്ത്. കൂടിപ്പോയെന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, കുറഞ്ഞു പോയാലും കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഒരു 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് ഫ്രീസ് ചെയ്യണം. ബട്ടർ പേപ്പറിൽ എണ്ണ അല്ലെങ്കിൽ ബട്ടർ തടവിയിട്ട് ഫ്രീസ് ചെയ്യണം. എന്നിട്ട് 3 മണിക്കൂറോളം കുറഞ്ഞത്, ഞാൻ 3 അല്ല അതിൽ കൂടുതൽ സമയം ഇരുന്നു. ഞാൻ പല കൊച്ചു ഡിഷിനകത്താക്കിയാണ് വെച്ചിരുന്നത്. എന്നാന്ന് ചോദിച്ചാൽ ഇതെപ്പോഴും നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. നമ്മളിത് എപ്പോഴും ഉപയോഗിക്കാൻ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി എടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുക, ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. പൊടിഞ്ഞൊക്കെ പോരും. നമ്മൾ ഈ കടലമുട്ടായി അല്ലെങ്കിൽ മക്രോണി മുട്ടായി ഒക്കെ കഴിക്കില്ലേ എന്ന് പറഞ്ഞ പോലെ ഭയങ്കര ടേസ്റ്റിനെ കഴിഞ്ഞ് ഇത് ഭയങ്കര ഗുണമാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ചെറിയ